കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് വിശദമായിട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അമൃതഭാരതം എന്ന നമ്മളുടെ ഈ ചാനലിന് ഇന്നലെ ഈ കാഞ്ചീപുരത്ത് വെച്ചിട്ടാണ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഭാരതത്തിൻ്റെ വിവിധ പുണ്യദേശങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും ഒക്കെയുള്ള യാത്രകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കുമുള്ള നന്ദി ഞാൻ ഇവിടെ നിന്ന് അറിയിക്കുകയാണ്. ഈ കാമാക്ഷിയുടെ സന്നിധിയിൽ നിന്ന് നിങ്ങളുടെയെല്ലാമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ടുള്ള വീഡിയോകൾ കാണണമെന്നും അപേക്ഷിക്കുകയാണ്. നമുക്കിനി കാമാക്ഷിയമ്മൻ ദേവീക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. കാഞ്ചീപുരത്ത് നമ്മൾ താമസിക്കുന്ന ശ്രീനാരായണ സേവാശ്രമത്തിൽ നിന്ന് നമ്മൾ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാക്സിമം ദൂരമേ ഉള്ളൂ കാമാക്ഷി ക്ഷേത്രത്തിലേക്ക്. നമ്മൾ ആ സേവാശ്രമത്തിൻ്റെ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ വളരെ ദൂരെയായിട്ട് ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത്. നമുക്ക് ഇവിടുന്ന് വലതുവശത്തോട്ട് പോയിട്ടാണ് നമുക്ക് കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. നമ്മൾ താമസിക്കുന്ന ആ ശ്രീനാരായണ സേവാശ്രമത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ കച്ചപേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ഈ കാണുന്നതാണ് കച്ചപേശ്വര ക്ഷേത്രം. ഇത് വിഷ്ണു ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ്. വിഷ്ണു കൂർമാവതാരമായിട്ട് വിഷ്ണു അവതരിക്കുന്ന സമയത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കച്ചപേശ്വര ക്ഷേത്രം. ഈ കച്ചപേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അവിടെ നേരെ മുന്നോട്ട് കിടക്കുന്ന വഴിയാണ് നമുക്ക് കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. ഈ കാഞ്ചീപുരത്തിനെ കുറിച്ചിട്ട് പറയുന്നത് 1000 ക്ഷേത്രങ്ങളുടെ നഗരമെന്നാണ് പറയുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ക്ഷേത്രങ്ങളാണ്, അനേക ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരു 100 മീറ്റർ 200 മീറ്ററിനിടയ്ക്ക് 2-3 ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഇവിടെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു 150-ൽ കൂടുതൽ, 150-200 ക്ഷേത്രങ്ങൾ, വളരെ സജീവമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ കണ്ട് ഇപ്പം നമ്മൾ കാണുന്ന വലിയ 3ാമത്തെ ക്ഷേത്രമാണ്. ആദ്യം നമ്മൾ ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരം കണ്ടു, കച്ചപേശ്വരൻ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കണ്ടു. ഈ കാണുന്നത് ഇവിടുത്തെ മുരുകക്കോട്ട എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. മുരുക ഭഗവാന്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ മറ്റ് ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുന്നില്ല. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇവിടുത്തെ കാഞ്ചീപുരത്തിൻ്റെ മുഴുവൻ ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള വീഡിയോകൾ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോകളൊക്കെ എല്ലാവരും കാണുക. ഇപ്പം നമ്മൾ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ മുരുകക്കോട്ട ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനകത്തൂടെ കയറി നമുക്ക് ഈ കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് പെട്ടെന്ന് പോകാം. അതുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തൂടെ കയറിപ്പോകാം. ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നത് സ്കന്ദപുരാണം തമിഴിൽ പരിഭാഷ ചെയ്യപ്പെട്ടത് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആണെന്ന് പറയുന്നു. ഇത് വളരെ വലിയൊരു ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല. മുരുകൻ്റെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തൂടെ നമുക്ക് കയറി ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലോട്ട് പോകാം. ഇവിടെ എല്ലാം ഈ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പം കണ്ടോ എല്ലാം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പച്ച ഈ നെറ്റ് പോലെയുള്ള സംഗതി എടുത്തിരിക്കുന്നതൊക്കെ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. അപ്പോൾ ഇതാണ് മുരുകക്കോട്ട ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഓരോരോ വീഡിയോകൾ നമ്മൾ ചെയ്യും. ഇപ്പം ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ഒന്ന് കണ്ടുപോകുന്നേ ഉള്ളൂ. കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രമാണ് മുരുകക്കോട്ട ക്ഷേത്രം. ഈ മുരുകക്ഷേത്രത്തിൻ്റെ പുറകു വശത്തായിട്ട് ആണ് നമ്മുടെ കാമാക്ഷിയമ്മൻ ക്ഷേത്രം വരുന്നത്. അതുവരെയായിട്ട് കാണുന്ന കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ, അതായത് ഈ മുരുകക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ആദി കാമാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞ് വേറൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരമാണ് ദൂരെ കാണുന്നത്. ഈ ശരിക്കും പറയുന്നത് ഈ കാഞ്ചീപുരം ക്ഷേത്രം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് ഈ ആദി കാമാക്ഷി ക്ഷേത്രമായിരുന്നു ഇവിടെ പ്രസിദ്ധം. അതിന് ശേഷമാണ് ഇവിടെ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതിന് ശേഷമാണ് ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രം ഇവിടെ വരുന്നത്. ശങ്കരാചാര്യർ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഈ കാമാക്ഷി ക്ഷേത്രമൊക്കെ അതിന് ശേഷമാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലൂടെ വെളിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഈ മുരുകക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് നിന്നിരിക്കുകയാണ്. ഈ മുരുകക്ഷേത്രത്തിൻ്റെ പുറകുവശത്തുള്ള ഈ ഗോപുരം വഴി വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനൊരു കുളം കാണാം. ഇവിടെ ആ സൈഡിലായിട്ട് ഇവിടെയായിട്ടാണ് നമ്മുടെ ആദി കാമാക്ഷിയമ്മൻ ക്ഷേത്രമുള്ള. ആദി കാമാക്ഷി ക്ഷേത്രം കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ നമ്മുടെ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലോട്ട് പോകാം. ഇവിടെ കണ്ട ഇവിടെ ഇങ്ങനെ ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ രീതിയിലൊക്കെ ചില മണ്ഡപങ്ങളൊക്കെ കാണാം. ഇത് നേരത്തെ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതാണെന്നാണ് തോന്നുന്നത്. അതോ നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ കണ്ടിട്ട് നേരത്തെ
ക്ഷേത്രം ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. ഇതാണ് ആദി കാമാക്ഷി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശദമായിട്ട് വേറെ വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് നമ്മൾ പോകുന്നില്ല. നമുക്ക് നോക്കാം, നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ ആ കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം. നമ്മളിപ്പോൾ കാഞ്ചീപുരത്തെ കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ടാണുള്ളത്. പടിഞ്ഞാറ് വശത്ത് നമുക്ക് ഇതുപോലെ ഒരു വലിയ ഒരു കുളം കാണാം. ഈ കുളത്തിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു സ്തൂപമൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ആദി കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തെ മതിലാണ് കാണുന്നത്. പടിഞ്ഞാറ് വശത്തെ മതിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മുരുകക്ഷേത്രം. ഈ മുരുകക്ഷേത്രത്തിൻ്റെ അകത്തൂടാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നത്. ഈ നേരെ, അതായത് കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിന് നേരെ പടിഞ്ഞാറ് വശത്താണ് ഈ മുരുകക്ഷേത്രം. ഈ മുരുകക്ഷേത്രത്തിൻ്റെ കുറച്ച് വലതുവശത്തായിട്ട് നമ്മൾ പടിഞ്ഞാറ് വശത്തോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ വലതുവശത്തായിട്ട് കാണുന്ന ആ ഗോപുരമാണ് ആദി കാമാക്ഷി ക്ഷേത്രം. ആദി കാമാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒരു ഗോപുരവും ഒരു കൊടിമരവും കൂടെ ഒക്കെ അവിടെ കാണാം. നമ്മൾ ഈ കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് നിന്ന് തെക്ക് വശത്തൂടെ നടന്ന് കിഴക്കേ ഗോപുരത്തിൻ്റെ അവിടെ, അതായത് രാജഗോപുരത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം വഴിയും അകത്തോട്ട് ആൾക്കാർ കയറുന്നുണ്ട്. രാജഗോപുരം വഴി മാത്രമല്ല, തെക്കേ ഗോപുരം, ഈ കാണുന്നതാണ് തെക്കേ ഗോപുരം. ഈ തെക്കേ ഗോപുരം വഴിയും ആൾക്കാർ അകത്തോട്ട് കയറുന്നുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ കണ്ടിട്ട് ഇന്ന് തീരെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. ഒത്തിരി ആൾക്കാരൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് തെക്കേ ഗോപുരമാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം, അതായത് രാജഗോപുരത്തിൻ്റെ സമീപത്തെത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ അനേകം ഇങ്ങനെ പട്ടുസാരികൾ ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഇവിടെ പട്ടുസാരികൾ നെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി, ശുചീന്ദ്രം എന്നീ ശക്തിപീഠങ്ങളുടെ ദർശനങ്ങൾക്ക് ശേഷം നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ കാഞ്ചീപുരം ശക്തിപീഠത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി രാജഗോപുരം വഴി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പം നമ്മൾ കാഞ്ചീപുരത്തെ കാമാക്ഷി അമ്മൻ ശക്തിപീഠത്തിൻ്റെ രാജഗോപുരം വഴി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം വഴി അകത്തോട്ട് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ ഭിന്നമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ക്ഷേത്രങ്ങളൊക്കെ രാജഗോപുരത്തിന് നേരെ മുന്നിലായിട്ടായിരിക്കും ധ്വജസ്തംഭവും ബലിപീഠവും ഒക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ രാജഗോപുരം വഴി നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് ഇടതുവശത്തായിട്ടാണ് ഈ ബലിപീഠം കാണാൻ സാധിക്കുന്നത്. ബലിപീഠത്തിന് നേരെ മുന്നിലായിട്ട് നമുക്ക് ധ്വജസ്തംഭം കാണാം. ഈ ധ്വജസ്തംഭത്തിലാണ് ഉത്സവ സമയത്തൊക്കെ ഇവിടെ കൊടിയേറ്റുമൊക്കെ ചെയ്യുന്നത്. ഈ ധ്വജസ്തംഭത്തിന് നേരെ മുന്നിലായിട്ട് ദേവിയുടെ വാഹനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ധ്വജസ്തംഭം കൂടാതെ ഇതിനകത്ത് വേറെ മറ്റൊരു സ്തംഭവും കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റില്ല, ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. അത് വിജയസ്തംഭം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിജയസ്തംഭം എന്ന് പറയുന്നത് ദേവി ഭണ്ഡകാസുരനെ വധിച്ചതിന് ശേഷം ഭണ്ഡകാസുരനെ ദേവി ഈ ദേവകളോട് പറഞ്ഞ് ഭണ്ഡകാസുരനെ കുഴിച്ചുമൂടി, ഭണ്ഡകാസുരൻ്റെ ഭൗതിക ശരീരം കുഴിച്ചുമൂടി അതിൻ്റെ മുകളിലാണ് ഈ വിജയസ്തംഭം പണിതിരിക്കുന്നത്. വിജയസ്തംഭം കാണണമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിന് അകത്ത് നിന്നേ കാണാനായിട്ട് പറ്റുള്ളൂ. ക്ഷേത്രത്തിനകത്തോട്ട് നമുക്ക് വീഡിയോയും ക്യാമറയും ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഇനി അകത്തോട്ട് കയറുന്ന ആൾക്കാർ ഈ വിജയസ്തംഭവും കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിനി ക്ഷേത്രത്തിന് വലത് വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള, അതായത് ക്ഷേത്രത്തിൻ്റെ മതിലിനകത്ത് ഉള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ ധ്വജസ്തംഭത്തിനോട് ചേർന്ന് തന്നെ ഇടതുവശത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു മണ്ഡപം കാണാം. ചെറുതല്ല, സാമാന്യം വലിപ്പമുള്ള ഒരു മണ്ഡപം കാണാം. ഈ മണ്ഡപത്തിൻ്റെ ഇതുപോലെ ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് മടപ്പള്ളി, ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യം. 5 നേരം ഈ ക്ഷേത്രത്തിലേക്കുള്ള പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ മടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ മലയാളത്തിലൊക്കെ നമ്മൾ തെടപ്പള്ളി എന്ന് പറയുന്ന അതേ സംഗതി തന്നെയാണ് ഈ മടപ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് പ്രദക്ഷിണ വഴിയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല വൃത്തിയും വെടിപ്പും ഉള്ളൊരു ക്ഷേത്രമാണ്. ഇതുകൊണ്ട് എപ്പോഴും ആൾക്കാർ മുന്നോട്ട് നോക്കി നമുക്ക് കാണാം, എപ്പോഴും ആൾക്കാർ ഇവിടെ തൂത്തുവാരി, ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഈ തൂക്കുന്ന ചേച്ചിയൊക്കെ ഇരിക്കുന്നത് എപ്പോഴും ഇത് ഇങ്ങനെ ഒരു 10-20 പേര് നിരന്തരം ഈ ക്ഷേത്രം ഇങ്ങനെ എപ്പോഴും തൂത്തുവാരി വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഈ പ്രദക്ഷിണ വഴിയിൽ ആ മടപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഇതുപോലെ കാശി വിശ്വനാഥൻ്റെ ഒരു ചെറിയൊരു ശ്രീകോവിലാണ് കാണുന്നത്. ഇതിന് ചെറുതല്ല, സാമാന്യം വലിപ്പമുള്ള ഒരു ശ്രീകോവിൽ. കാശി വിശ്വനാഥനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാഞ്ചീപുരത്തിനെ കുറിച്ചിട്ട് പറയുന്നത് 1000 ക്ഷേത്രങ്ങളുടെ നഗരമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാഞ്ചീപുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, ദ്വാരക, ഈ 7 നഗരങ്ങളാണ് ഭാരതത്തിലെ മോക്ഷപുരികളെന്ന് അറിയപ്പെടുന്നത്. ഈ മോക്ഷപുരികളിൽ കാഞ്ചീപുരം മാത്രമാണ് സൗത്ത് ഇന്ത്യയിലുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ കാഞ്ചീപുരത്തിനുണ്ട്. നമ്മൾ 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ കാഞ്ചീപുരത്തും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 51 ശക്തിപീഠങ്ങളെന്ന് പറയുന്നത് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ പതിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്.
ഇവിടെ കാഞ്ചീപുരത്ത് സതീദേവിയുടെ അരഞ്ഞാണം, അതായത് ഓഡ്യാനം, വസ്ത്രത്തിന് മുകളിലൂടെ അണിയുന്ന ഒരു ആഭരണമാണ് ഓഡ്യാനം. ഓഡ്യാനം പതിച്ച സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാഞ്ചി എന്നുള്ള അർത്ഥത്തിൽ നിന്ന് കാഞ്ചി പതിച്ച സ്ഥലം എന്നുള്ള വാക്കിൽ നിന്നായിരിക്കാം കാഞ്ചീപുരം എന്ന ഈ സ്ഥലത്തിന് പേര് വരാനായിട്ട് കാരണം. അതുപോലെ തന്നെ ഇവിടെ ദേവിയുടെ നാഭി പ്രദേശം വീണ സ്ഥലമാണെന്നും പറയുന്നുണ്ട്. നമ്മളങ്ങനെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണം ചെയ്ത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്തിൻ്റെ നേരെ മുൻപിലായിട്ട് ഇതുപോലെ ഒരു മണ്ഡപം കാണാം. ഈ മണ്ഡപത്തിനെ കുറിച്ചിട്ട് പറയുന്നത് ദേവിയുടെ ജന്മനക്ഷത്രത്തിൻ്റെ സമയത്ത്, ജന്മനക്ഷത്രം ഉത്സവത്തിൻ്റെ സമയത്ത്, ദേവിയുടെ ജന്മനക്ഷത്രം വർഷം തോറുമുള്ള ജന്മനക്ഷത്രത്തിൻ്റെ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ദേവിയെ ഇവിടെ എഴുന്നള്ളിച്ച് ഇവിടെ ഇരുത്താറുണ്ട്. ദേവിയെ എഴുന്നള്ളിച്ച് ഇവിടെ ഇരുത്തുകയും ഇവിടെ വെച്ച് ദേവിക്ക് പുഷ്പാഭിഷേകവും ചെയ്യാറുണ്ട്. ഇവിടെ പുഷ്പാഭിഷേകം ചെയ്യുന്ന വളരെ അധികം പുഷ്പങ്ങൾ, അതായത് ഒരു ലോറി നിറച്ച് പുഷ്പങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ദേവിക്ക് പുഷ്പാഭിഷേകം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ മുമ്പിലായിട്ട്, അതായത് ഈ തെക്കേ നടയുടെ നേരെ മുമ്പിലായിട്ടാണ് നമ്മുടെ ഈ മണ്ഡപം വരുന്നത്, ദേവി എഴുന്നള്ളിച്ചിരുത്തുന്ന മണ്ഡപം. അതിന് നേരെ മുമ്പിലായിട്ട് ഇവിടെ വളരെ വിശാലമായിട്ടുള്ള ഒരു കുളമാണുള്ളത്. ഈ കുളം പഞ്ചഗംഗ എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. ഈ പുറകുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ പഞ്ചഗംഗ തീർത്ഥം. ഈ പഞ്ചഗംഗ തീർത്ഥത്തിൽ നമുക്ക് രണ്ട് രൂപങ്ങൾ ഇവിടെ കാണാം. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രൂപങ്ങൾ ഇവിടെ കാണാം. ഈ രണ്ട് രൂപങ്ങൾ, ഒന്ന് ആൺവേഷവും രണ്ടാമത്തേത് പെൺവേഷവുമാണ്. ഇത് രണ്ടും അറിയപ്പെടുന്നത് ആൺഭൂതം പെൺഭൂതം എന്നാണ് ഈ ഇവിടുത്തെ രണ്ട് മൂർത്തികൾ അറിയപ്പെടുന്നത്. ഇതിൻ്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പുരാണം കഥകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു പിന്നിലെ ഈ കുളത്തിൻ്റെയും, അതായത് ഈ രണ്ട് ഭൂതങ്ങളുടെയൊക്കെ കഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ബന്ധകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ ദേവി വധിക്കുന്നത്. അങ്ങനെ ആ അസുരനെ വധിച്ചതിന് ശേഷം അസുരനെ ഈ കുഴിച്ചു മൂടിയിട്ട്, ആ കുഴിച്ചു മൂടി അതിൻ്റെ മുകളിലാണ് നമ്മൾ ആദ്യം നമ്മൾ ക്ഷേത്രത്തോട്ട് കയറിയ വഴിക്ക് നമ്മൾ കണ്ട ആ വിജയസ്തംഭം പണിതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ അസുരനെ കുഴിച്ചു മൂടാനായിട്ട് ദേവകളാണ് കുഴിയെടുക്കുന്നത്. ദേവകൾ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ദേവി ഈ ബന്ധകാസുരനെ കൊല്ലുന്നത്. അങ്ങനെ ബന്ധകാസുരനെ കൊന്നതിന് ശേഷം കുഴിയെടുത്ത് കുഴിച്ചു മൂടാൻ ദേവി പറഞ്ഞതനുസരിച്ച് ദേവകൾ കുഴിയെടുക്കുന്ന സമയത്ത് അവിടെ മല്ലകാസുരൻ എന്ന് പറഞ്ഞ് വേറെ ഒരു അസുരനെ അവിടെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ആ മല്ലകാസുരനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ദേവകൾ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടുകയാണ്. അങ്ങനെ മഹാവിഷ്ണുവിന് ഈ മല്ലകാസുരനുമായിട്ട് മഹാവിഷ്ണു യുദ്ധത്തിൽ ഏർപ്പെടുകയും മഹാവിഷ്ണു എത്ര പരിശ്രമിച്ചിട്ടും ഈ മല്ലകാസുരനെ വധിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ മല്ലകാസുരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ഓരോ ആയുധങ്ങൾ മല്ലകാസുരൻ്റെ ദേഹത്ത് പതിക്കുമ്പോഴും ആ മല്ലകാസുരൻ്റെ ചോരയിൽ നിന്ന്, നിലത്തോട്ട് വീഴുന്ന ചോരയിൽ നിന്ന്, അതായത് നമ്മുടെ ഈ ബീജാസുരൻ്റെ ഒക്കെ കഥ കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ആ മല്ലകാസുരൻ്റെ ചോരയിൽ നിന്ന് വീണ്ടും വീണ്ടും ഓരോ അസുരന്മാർ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഹാവിഷ്ണുവിന് ഈ മല്ലകാസുരനെ വധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴേ ഈ വിഷ്ണു ഭഗവാനെ സഹായിക്കാനായിട്ട് ശിവഭഗവാന് രണ്ട് ഭൂതങ്ങളെ അയക്കുകയാണ്. ആ രണ്ട് ഭൂതങ്ങളാണ് നമ്മൾ ഈ കുളത്തിനകത്ത് മുമ്പേ കണ്ട ആൺഭൂതവും പെൺഭൂതവും. അങ്ങനെ ഈ രണ്ട് ഭൂതങ്ങളെ നിയോഗിച്ച് ഈ ഭൂതങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബന്ധകാസുരൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ചോര ഈ രണ്ട് ഭൂതങ്ങൾ കുടിക്കുകയാണ്. ഈ രണ്ട് ഭൂതങ്ങൾ ഈ ചോര കുടിച്ച് ഈ രണ്ട് ഭൂതങ്ങൾക്കും താമസിക ഭാവമാവുകയും ഇത് നേരെ മഹാവിഷ്ണുവിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ ഈ മഹാവിഷ്ണുവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്തിയ ഈ ആൺഭൂതവും പെൺഭൂതവും മഹാവിഷ്ണുവിന് ദോഷമായിട്ട് വന്നപ്പോൾ മഹാവിഷ്ണു തന്നെ ഈ ആൺഭൂതത്തിൻ്റെയും പെൺഭൂതത്തിൻ്റെയും മുകളിൽ കയറി നിന്ന് ഇവരെ നിർത്തി എന്നാണ് കഥയിൽ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ വന്നപ്പോഴിവിടെ മഹാവിഷ്ണുവിൻ്റെ ഈ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഈ കുളത്തിനോട് ചേർന്ന് തന്നെ, ഈ പഞ്ചഗംഗയോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ പക്ഷെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ശ്രീ ഭൂത നിഗ്രഹ പെരുമാൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഭൂത നിഗ്രഹ പെരുമാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതങ്ങളെ വധിച്ച പെരുമാൾ എന്നുള്ള അർത്ഥമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മഹാവിഷ്ണു ഈ ഭൂതങ്ങളെ വധിച്ചായിരിക്കാം. എനിക്കതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ട് അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയത് മഹാവിഷ്ണു ആ ഭൂതങ്ങളുടെ മുകളിൽ കയറി നിന്ന് അതിനെ താഴോട്ട് അമർത്തി എന്നതാണ് ഞാൻ കേട്ടിരുന്ന കഥ. പക്ഷേ ഇവിടെ ഭൂത നിഗ്രഹ പെരുമാൾ എന്നാണ് ഈ കോവിലിൻ്റെ സൈഡിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മഹാവിഷ്ണു ആ ഭൂതങ്ങളെ കൊന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കാമല്ലോ ഈ ഭൂത നിഗ്രഹ പെരുമാളെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഈ രണ്ട് ഭൂതങ്ങളുടെ കഥ, ആൺഭൂതത്തിൻ്റെയും പെൺഭൂതത്തിൻ്റെയും കഥ ഇതാണ്. എന്തായാലും ഞാൻ മനസ്സിലാക്കിയിരുന്ന കഥ, ഈ മഹാവിഷ്ണു ഈ ഭൂതങ്ങളുടെ മുകളിൽ കയറുന്ന ഇതിനെ അമർത്തി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ താമസിക ഭാവം പോവുകയും മഹാവിഷ്ണുവിനെ വീണ്ടും സഹായിക്കുകയും അങ്ങനെ മഹാവിഷ്ണുവും ഈ ഭൂതങ്ങളും കൂടിയിട്ട് ഈ
മല്ലകാസുരനെ വധിക്കുകയും ചെയ്തു. മല്ലകാസുരനെ വധിക്കാനായിട്ടാണ് മഹാവിഷ്ണു ഇവിടെ വന്നത്. അപ്പോൾ അങ്ങനെ ഇവർ ഈ മല്ലകാസുരനെ വധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ ഈ ശിവഭഗവാന് ഇവരുടെ മുന്നിൽ വരികയും ഇവർ ഈ അസുരന്മാരെ വധിച്ചതിൻ്റെ ഒരു മഹാവിഷ്ണുവൊക്കെ മല്ലകാസുരനെ വധിച്ചതിൻ്റെ ഒരു പാപം തീർക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്ന് ഗംഗാ നദിയെ ഇവിടെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ശിവഭഗവാൻ ഈ മഹാവിഷ്ണുവിനും ഈ ആൺഭൂതത്തിനും പെൺഭൂതത്തിനും കുളിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഗംഗാനദിയെ ഇവിടെ കൊണ്ടുവന്നതാണ് ഈ കാണുന്ന പഞ്ചഗംഗ എന്ന് പറയുന്നത്. ഇവിടെ കണ്ട പഞ്ചഗംഗയുടെ ആ ഭാഗത്തായിട്ടാണ് ഇവിടെ ആൺഭൂതവും പെൺഭൂതവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ആ പഞ്ചഗംഗയുടെയൊക്കെ കാഴ്ച കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ വലതുവശത്തായിട്ട്, അതായത് തെക്ക് വശത്തായിട്ട് ഒരു മണ്ഡപം കാണും. ഇതാണ് നവരാത്രി മണ്ഡപം. ഇവിടെയാണ് ഈ ഉത്സവ സമയത്തൊക്കെ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. ഇവിടെ ഇതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ ഈ തുളസി തറകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ നമ്മുടെ ഈ പഞ്ചഗംഗ എന്ന് പറയുന്ന തീർത്ഥക്കുളം വളരെ വിശാലമായിട്ട് വളരെ വലിപ്പമുള്ള ഒരു കുളമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് മിക്കവാറും എല്ലാ ഗോപുരങ്ങളും കാണാനായിട്ട് സാധിക്കും. 1, 2, 3, 4 ഗോപുരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണിക്കാം. അത് അകത്തെ പ്രകാരത്തിലുള്ള ഗോപുരങ്ങളാണ് കാണുന്നത് മുന്നിൽ. നമ്മളങ്ങനെ ഈ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് വന്നിരിക്കുകയാണ്. പടിഞ്ഞാറ് വശത്തായിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഈ പഞ്ചഗംഗ തീർത്ഥമുള്ളത്. ഈ കാഞ്ചിയിലെ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പല കഥകളും കേൾക്കാറുണ്ടെങ്കിലും അതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ് ഒരിക്കൽ ശിവനും പാർവതിയും കൂടെ കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് പാർവതീദേവി ഒരു വെറും തമാശയ്ക്ക് ശിവഭഗവാന്റെ കണ്ണ് പൊത്തുന്ന ഒരു കഥ. അങ്ങനെ ശിവഭഗവാന്റെ കണ്ണ് പൊത്തുന്നതോടുകൂടി പ്രപഞ്ചം മുഴുവൻ അന്ധകാരത്തിലാകുകയാണ്. അങ്ങനെ പ്രപഞ്ചത്തിനെ മുഴുവൻ അന്ധകാരമാക്കിയ പാർവതീദേവിയെ ശിവഭഗവാൻ ശപിക്കുകയും ശാപം അനുസരിച്ച് പാർവതീദേവി ഭൂമിയിൽ വന്ന് ജനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പാർവതീദേവിയുടെ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് പാർവതീദേവി ഈ കാഞ്ചിയിൽ തന്നെയുള്ള ഏകാംബര ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ദേവി തപസ് അനുഷ്ഠിക്കുകയും ഒരു മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി തപസ് അനുഷ്ഠിക്കുകയും ചെയ്തതായിട്ടാണ് കഥയിൽ പറയുന്നത്. അങ്ങനെ ദേവി മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇവിടെ പൃഥ്വിതത്വം, പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ പൃഥ്വി ക്ഷേത്രമാണ് ഇവിടെയുള്ള ഏകാംബര ക്ഷേത്രം. അങ്ങനെ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി ഈ പാർവതീദേവി ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ശിവഭഗവാന് ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിക്ക് ശാപമോക്ഷം ലഭിക്കുകയും ഉണ്ടായി. അങ്ങനെ ആ പാർവതീദേവി തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ട് പാർവതീദേവി ഇവിടെ ഈ കാഞ്ചി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും കുടികൊള്ളുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് കാഞ്ചിയിലെ മറ്റെല്ലാ ക്ഷേത്രങ്ങളും ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു മുരുകക്ഷേത്രം കണ്ടു. മുരുകക്ഷേത്രം പക്ഷെങ്കിൽ ദർശനം ഇങ്ങോട്ട് അല്ലെന്നാണ് തോന്നുന്നത്. നമുക്കതും ഒന്നും കൂടെ അവിടെ പോയിട്ടൊന്ന് നോക്കാം. ദർശനം ഇങ്ങോട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ ഈ ആദി കാമാക്ഷി ക്ഷേത്രം ഇങ്ങോട്ടാണ് ദർശനം. പടിഞ്ഞാറോട്ട്, ഇതിൻ്റെ പുറകിലായതുകൊണ്ട് പടിഞ്ഞാറോട്ട് ദർശനത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലകളെന്ന പെരുമാൾ ക്ഷേത്രം എന്നും പറഞ്ഞ് വേറൊരു ക്ഷേത്രമുണ്ട്. വാമനമൂർത്തിയുടെ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രവും ഇങ്ങനെ കാമാക്ഷി ക്ഷേത്രത്തിലോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവിടെയുള്ള ഏകദേശം ഇപ്പോൾ ഒരു 150ഓളം ക്ഷേത്രങ്ങൾ ഇവിടെ ആക്റ്റീവായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ദർശനം ഈ ക്ഷേത്രത്തിലേക്ക് ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവ സമയത്ത് ഉത്സവമൂർത്തികളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ഉത്സവമൂർത്തികളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം ഈ അനേകം ക്ഷേത്രങ്ങളുണ്ട്. അനേകം ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൻ്റെ സമയത്ത് അവിടുത്തെ ഉത്സവമൂർത്തിയെ എഴുന്നള്ളിച്ച് ഈ കാമാക്ഷി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഞാൻ നേരത്തെ ഈ ഉലകളെന്ന പെരുമാൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത്, അത് ഓണത്തിൻ്റെ അന്നാണ് ഇവിടുത്തെ ഉത്സവം, ആ ഉത്സവത്തിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടുത്തെ മൂർത്തിയെ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് കണ്ടതാണ്. അതുപോലെ മറ്റ് എല്ലാ ക്ഷേത്രത്തിലെയും ഉത്സവമൂർത്തികളെ ഉത്സവത്തിൻ്റെ സമയത്ത് ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ നടന്ന ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരമാണ് കാണുന്നത്. പടിഞ്ഞാറ് വശത്തോട് വന്ന് നമ്മൾ വടക്ക് വശത്തോട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗോശാല ഉണ്ടെന്ന് അവിടെ തെക്ക് വശത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഒരു ഗോശാല എന്ന് ഇവിടെയും ഒരു ബോർഡ് കാണാം. നമുക്ക് ഈ ഗോശാല നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് ഒരു സംവിധാനം കാണാം. ഇവിടെയാണ് ഗോശാല. നമുക്കൊന്ന് നോക്കാം ഗോശാല എവിടെ ഉള്ളത്. ഇപ്പോൾ ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഗോശാല. ഇവിടെ ഒരു 1, 2, 3, 4, 5, 6 പശുക്കൾ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല വൃത്തിയായിട്ട് ഇവിടെ എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത
വളരെ വൃത്തിയായിട്ട് ഈ ക്ഷേത്രത്തും പരിസരങ്ങളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മുമ്പ് കണ്ടില്ല, മുമ്പ് പറഞ്ഞ പോലെ 10-20 ചേച്ചിമാർ എപ്പോഴും ഇവിടെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഇങ്ങനെ ഗോശാലയോട് ചേർന്ന് ഇങ്ങനൊരു മണ്ഡപവും ഇവിടെ കുറേ മൂർത്തികളും ഒക്കെ കാണാം. ഇത് മണ്ഡപത്തിനകത്ത് കുറേ അധികം മൂർത്തികൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പഴയ മൂർത്തികളൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയതാണെന്ന് തോന്നുന്നു. പഴയ മൂർത്തികൾ ഇങ്ങനെ നിലത്ത് കിടക്കുന്ന രീതിയിലൊക്കെ ഇവിടെ മൂർത്തികളുണ്ട്. ഇവിടുത്തെ പഴയ വിഗ്രഹങ്ങളും ഒക്കെ പോയ വിഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഒത്തിരി മൂർത്തികൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് കണ്ട പഞ്ചഗംഗ തീർത്ഥത്തിൻ്റെ വടക്ക് വശത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ദുർഗാദേവിയുടെ ഒരു കോവിൽ കാണാം. നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ കാണുന്നത് പോലെ ഇവിടെ അനേകം ഈ ഉപദേവതാ പ്രതിഷ്ഠകളില്ല. വളരെ നമ്മൾ മുമ്പേ ഒരു ശിവൻ്റെ കാശി വിശ്വനാഥൻ്റെ ഒരു ചെറിയൊരു കോവിൽ കണ്ടതുപോലെ ഇവിടെ ഒരു ദുർഗാദേവിയുടെ ക്ഷേത്രമുണ്ട്. മറ്റു ഒത്തിരി ഉപദേവതകൾ ഇവിടെ ഇല്ല. മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പം അനേക ഉപദേവതകളെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ദുർഗാദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു മണ്ഡപവും കാണാം. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരമാണ് കാണുന്നത്. ഈ വടക്കേ ഗോപുരത്തിനോട് ചേർന്ന് തന്നെ ഇങ്ങനൊരു മണ്ഡപം കാണാം. വളരെ വലിയൊരു മണ്ഡപമാണ് ഇത്. വസന്ത മണ്ഡപം എന്നാണ് ഈ മണ്ഡപം അറിയപ്പെടുന്നത്. ഈ പഞ്ചഗംഗാ തീർത്ഥത്തിൻ്റെയൊക്കെ വടക്ക് വശത്തായിട്ട് ഇതുപോലെ 2 വൃക്ഷങ്ങൾ കാണാം. വൃക്ഷം നല്ലപോലെ തറകെട്ടിയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. ആൾക്കാർ ഇവിടെ പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ കാണാം. ഒന്ന് വേപ്പ് മരവും ഒന്ന് ആൽമരവുമാണ്. ഇങ്ങനെ ഒരേ തറയിൽ തന്നെ 2 മരങ്ങളും. ഈ മരത്തിന് ആൾക്കാർ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മുമ്പേ ഇവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോയ സമയത്ത് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ജനക്കൂട്ടം നല്ല ജനങ്ങളായി. നമ്മുടെ ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൻ്റെ അതുവഴി നേരെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു ക്ഷേത്രമുണ്ട്. ഉലകളന്ന പെരുമാൾ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു വാമന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ആ ദൂരെ മുന്നേയായിട്ട് കാണുന്നതാണ് കാമാക്ഷി ദേവി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ കഴിയുമ്പോഴത്തേന് ഇങ്ങോട്ട് ഇവിടെ ഒരു വലതുവശത്തോട്ടൊരു വഴിയുണ്ട്. ഈ വഴി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഉലകളന്ന പെരുമാൾ ക്ഷേത്രം. ഉലകളന്ന പെരുമാൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉലക അളന്ന പെരുമാൾ, ഉലകളന്ന ദൈവത്തിൻ്റെ ക്ഷേത്രമാണ്. വാമനമൂർത്തിയുടെ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവം നമ്മുടെ കേരളത്തിലെ തിരുവോണ ദിവസമാണ്. കഴിഞ്ഞ വർഷം അതായത് 2024 ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ വാമനമൂർത്തിയെ വെളിയിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനായിട്ട് സാധിച്ചു ഈ 2024 ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമയത്ത്. ഈ ഉലകളന്ന പെരുമാൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇതുപോലെ ഒരു വലിയ ഒരു കുളം കാണാം. ഇവിടെ അനേകം കുളങ്ങൾ, ഇതുപോലെയുള്ള കുളങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഇതാണ് ഉലകളന്ന പെരുമാൾ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ അകത്തെ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാമനമൂർത്തി മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി മഹാബലിയുടെ തല മാത്രം വെളിയിൽ കാണാവുന്ന രീതിയിൽ വളരെ വലിയൊരു 5-6 ആൾ പൊക്കമുള്ള വളരെ വലിയൊരു പ്രതിമയാണ്, ഒരു മൂർത്തിയാണ് ഇതിനകത്ത് നമുക്ക് വാമനമൂർത്തിയുടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉലകളന്ന പെരുമാൾ ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഈ പറയുന്ന ചെറിയ നമ്മളിപ്പോൾ കാമാക്ഷി ദേവി ക്ഷേത്രത്തിനോട് അടുത്ത് ചുറ്റുവട്ടത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ടെല്ലാം വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് സെപ്പറേറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ ഉലകളന്ന പെരുമാൾ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ അതൊക്കെ കാണുക. നമ്മൾ ഉലകളന്ന പെരുമാൾ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയിട്ട് വീണ്ടും കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളിനി പോകുന്നത് ഏകാംബരേശ്വര ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അത് ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ ഈ ക്ഷേത്രങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ നിന്നുള്ള ദൂരം ഏകദേശം തൊട്ടടുത്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഏകാംബരേശ്വര ക്ഷേത്രത്തിലോട്ടുള്ള വഴിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി നടന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം ഏത് വഴിയാണ് പോകേണ്ടതെന്ന്. അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്നു വരുമ്പം ഇതുപോലെ ഒരു ജംഗ്ഷനിലാണ് വരുന്നത്. നേരെ മുന്നിലായിട്ട് കാണുന്ന ആ ഗോപുരം പോലത്തെ ഒരു ആ സംഗതിയാണ് ഇവിടുത്തെ ശങ്കരമഠം. കാഞ്ചിയിലെ പ്രസിദ്ധമായിട്ടുള്ള ശങ്കരമഠമാണ് നേരെ മുന്നിൽ കാണുന്നത്. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് വലതുവശത്തോട്ടാണ് ഏകാംബരേശ്വര ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് ശങ്കരമഠം. ശങ്കരമഠത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് വേറെ ഒരു തിരുപ്പതി ബാലാജിയുടെ ഒരു ക്ഷേത്രവും കാണാം. നമ്മൾ ഈ ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ അടുത്തോട്ട് വരുമ്പോൾ ഇതുപോലെ വലിയ ഒരു മണ്ഡപം കാണാം. 16 തൂണുകളുള്ള വളരെ വലിയൊരു മണ്ഡപം കാണാം. മണ്ഡപത്തിൻ്റെ നേരെ മുന്നിലായിട്ട് നമുക്ക് ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ വളരെ വലിയ ഗോപുരം കാണാം. ഇതാണ് ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരം.
നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഇവിടെ ഈ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഈ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഈ ഇതൊക്കെ കമ്പൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ പച്ച നിറത്തിലുള്ള നെറ്റുമൊക്കെ ഇട്ടിരിക്കുന്നത്. ഒരു 1-1.5 വർഷം കൊണ്ട് ഇത് നല്ല വൃത്തിയാക്കി പെയിൻറ്റുമൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കും. അതിനായിട്ടാണ് ഇങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നത്. ഈ ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരം, രാജഗോപുരത്തിൻ്റെ നേരെ മുമ്പിലായിട്ട് 2 സൈഡിലായിട്ട് ഇങ്ങനെ 2 ചെറിയ ശ്രീകോവിലുകൾ കാണാം. ഒന്ന് രാജഗോപുര വിനായകനും ഒന്ന് രാജഗോപുര മുരുകനും. കണ്ടോ, മുരുകൻ്റെയും വിനായകൻ്റെയും. ഇത് വിനായകൻ്റെയും അങ്ങേ സൈഡിലെ മുരുകൻ്റെയാണ്. രാജഗോപുര വിനായകനും രാജഗോപുര മുരുകൻ്റെയും ചെറിയ കോവിലുകളാണ്. നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് കയറണമെങ്കിൽ നമ്മൾ ഈ ഗോപുരത്തോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ വലതുവശമുള്ള വഴിയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. നമ്മൾ ആ ഗോപുരത്തിൻ്റെ അവിടുന്ന് ശകലം വലതുവശത്തോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ കുറച്ചും കൂടെ വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഒരു കവാടത്തിൻ്റെ വഴി നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ അകത്ത് ആണ് വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള സൗകര്യം. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയും ഇങ്ങനെ വേറൊരു മതിലാണ്. അപ്പം വളരെ വലിയൊരു മതിലാണ്. അകത്ത് കയറി കഴിഞ്ഞാലും കാണാം, അകത്ത് മണ്ഡപമൊക്കെ കാണാം. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ അകത്തോട്ട് കയറണം ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗത്തോട്ട് ചെല്ലണമെങ്കിൽ. അങ്ങനെ നമ്മൾ കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നു. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രമാണിത്, ഏകാംബരേശ്വര ക്ഷേത്രം. ഏകാംബരേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് ഈ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ, പഞ്ചഭൂതങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ പൃഥ്വിതത്വത്തെ പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രമാണ്. ഇവിടെ വെച്ചിട്ടാണ് പാർവതീദേവി മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി ഈ ശിവനെ പൂജിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് പൃഥ്വി തത്വ ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്നത്. പൃഥ്വിതത്വത്തെ പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രമാണ് ഏകാംബരേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഇതുപോലെ ഒരു വലിയ മണ്ഡപം കാണാം. അതുപോലെ മറ്റ് ശിവക്ഷേത്രങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ നന്ദിയുടെ ഒരു വലിയ ഒരു വിഗ്രഹം ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ വലതുവശത്തായിട്ട് ഇതുപോലെ വളരെ വലിയൊരു കുളവും കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് പാർവതി ദേവി മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. ഇവിടെ ഒരു മാവുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത്. 3000-ഓളം വർഷം പഴക്കമുള്ളൊരു മാവാണ്. ആ മാവിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് പാർവതി ദേവി ഈ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി ശിവനെ പൂജിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഏകാംബരേശ്വര ക്ഷേത്രം എന്ന് പേര് വരുന്നത്. ഈ ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ രാജഗോപുരമാണ് നേരെ പുറകിൽ കാണുന്നത്. രാജഗോപുരത്തിൻ്റെ അവിടെ നമ്മൾ നേരെ മുന്നോട്ട് നടന്നു വരുമ്പം വലതുവശത്തോട്ട് ഒരു വഴിയുണ്ട്. ഈ വഴിയാണ് ഈ പാണ്ഡവ ദൂതർ ക്ഷേത്രം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഏകാംബരേശ്വര ക്ഷേത്രത്തിനോട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഈ വഴി നേരെ ഒരു ഗോപുരം നമുക്ക് ദൂരെയായിട്ട് കാണാം. ഈ വഴി നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പാണ്ഡവദൂതർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെല്ലാം. അങ്ങനെ നമ്മൾ പാണ്ഡവദൂത പെരുമാൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് താരതമ്യേന ചെറിയ ഒരു ഗോപുരമൊക്കെയാണ്. ഗോപുരം ചെറുതാണെങ്കിലും ക്ഷേത്രം വിശാലമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു കൊടിമരവ്, ഒരു ബലിക്കൽ പെരയൊക്കെ കാണാം. ക്ഷേത്രം തുറന്നിട്ടില്ല, ക്ഷേത്രം ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുളം കാണാം. ഇവിടെ ഒരു കുളമുണ്ട്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തോട്ടാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ട് ഭരതരാജ ക്ഷേത്രത്തിൻ്റെ അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഈ ചക്രത്താഴ്വാർന്നും പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് സുദർശന ചക്രവും ഒരു വശത്ത് നരസിംഹമൂർത്തിയുടെയും ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. ഈ പാണ്ഡവദൂതർ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് കൗരവ പാണ്ഡവ യുദ്ധസമയത്ത് യുദ്ധം ഒഴിവാക്കാനായിട്ട് പാണ്ഡവർക്ക് വേണ്ടി ദൂതനായിട്ട് കൗരവസഭയിൽ പോകുന്ന ഒരു കഥ നമുക്ക് മഹാഭാരതത്തിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കൗരവസഭയിലെത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഈ കൗരവർ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൗരവർ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കുന്ന ശ്രീകൃഷ്ണന് കൗരവ സഭയിൽ വെച്ചിട്ട് വിശ്വരൂപം കാണിക്കുന്നുണ്ട്. അങ്ങനെ കൗരവ സഭയിൽ വിശ്വരൂപം കാണിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ടാണ് ഈ പാണ്ഡവദൂത പെരുമാൾ ക്ഷേത്രമെന്ന് ഈ ക്ഷേത്രത്തിന് പേര് വരുന്നത്. അങ്ങനെ നമ്മൾ പാണ്ഡവദൂതർ ക്ഷേത്രം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ആ മെയിൻ റോഡിലോട്ട് വന്നിരിക്കുകയാണ്. അതായത് ഈ ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുന്നിൽ കൂടെ കിടക്കുന്ന ആ വഴിയാണ്. നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു ക്ഷേത്രമുണ്ട്, ജ്വരഹുരേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് മുന്നിലോട്ട് കാണുന്നത്. അപ്പോൾ ആ ക്ഷേത്രം കൂടെ കയറി കാണാം.
ഇതാണ് ജ്വരഹരേശ്വര ക്ഷേത്രം. ഇതെല്ലാം ഈ ക്ഷേത്രങ്ങളെല്ലാം ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തുള്ള ക്ഷേത്രങ്ങളാണ്. ജ്വരഹരേശ്വര ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. ഈ ക്ഷേത്രവും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ജ്വരഹരേശ്വര ക്ഷേത്രം. വളരെ ശാന്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വട്ടത്തിലുള്ള ഒരു ശ്രീകോവിലാണ്. ഇവിടെ ഒരു വലിയൊരു ആൽമരം കാണാം. ഈ ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ നാഗങ്ങളുടെ കുറേ വിഗ്രഹങ്ങളുണ്ട്. ഈ ഒരു നാഗത്തിൻ്റെ വിഗ്രഹത്തെ കണ്ടോ? ഇവിടെ ശ്രീകൃഷ്ണനാണ് അകത്ത് നിൽക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ഒരു മൂർത്തിയാണ് ഈ രണ്ട് നാഗങ്ങളുടെയും കൂടെ അകത്തായിട്ടുള്ളത്. ഇതാണ് ജ്വരഹരേശ്വര ക്ഷേത്രം. ഈ ജ്വരഹരേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് ശിവഭഗവാന് സതിയുടെ ദേഹവിയോഗത്തിന് ശേഷം തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും താരകാസുരൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ശിവഭഗവാന്റെ തപസ് ഉണർത്തേണ്ടത് ആവശ്യമായിട്ട് വന്നപ്പോൾ ദേവകൾ പറഞ്ഞതനുസരിച്ചിട്ട് ഈ കാമദേവന് ശിവഭഗവാനെ അമ്പ് ചെയ്യുന്നതായിട്ടൊരു കഥ നമുക്ക് പുരാണത്തിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാമദേവൻ്റെ അമ്പേറ്റ് ശിവഭഗവാൻ കണ്ണ് തുറക്കുമ്പോഴത്തേനും ശിവഭഗവാന്റെ തൃക്കണ്ണ് തുറന്ന് അഗ്നിയിൽ ഈ ദേവന്മാരടക്കം ഉള്ളവർക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ദേവന്മാരുടെ ദേഹത്തൊക്കെ പൊള്ളലേൽക്കുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ദേവന്മാരുടെ ദേഹത്തേറ്റ പൊള്ളൽ നീക്കാനായിട്ട് ദേവന്മാർ ഈ ജ്വരഹരേശ്വര ക്ഷേത്രത്തിനടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ വന്ന് കുളിച്ചതിന് ശേഷം ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവരുടെ ഈ ജ്വരങ്ങളൊക്കെ മാറിയത്. അങ്ങനെ ജ്വരങ്ങളെയൊക്കെ മാറ്റിയ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടുത്തെ ശിവഭഗവാന് ജ്വരഹരേശ്വരൻ എന്ന് അറിയപ്പെടുന്നത്. ഈ ജ്വരഹരേശ്വര ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമാണെങ്കിലും എനിക്കിത് കണ്ടിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ പൂർണ്ണതയും ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നേരെ ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ബലിക്കൽപ്പര കാണാം. അതിൻ്റെ നേരെ മുന്നിലായിട്ട് ഒരു നന്ദി വിഗ്രഹം കാണാം. ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് വലിയ നന്ദി ഇതിൻ്റെ മുന്നിലായിട്ട് വേറെ ചെറിയ ഒരു നന്ദി വിഗ്രഹം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മുന്നിൽ ആയിട്ട് ചെറിയ വേറെ ഒരു നന്ദി വിഗ്രഹം കാണാം. ഇങ്ങനെ നമ്മൾ വലതുവശത്തൂടെ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം ഇവിടെയുണ്ട്. ഇതാണ് ഇവിടെ അതുപോലെ ഒരു മണ്ഡപം. ഇത് നാട്യമണ്ഡപം എന്നൊക്കെ ആയിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു മണ്ഡപമുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ കാണുന്ന ഭാഗമാണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം. ഇവിടെ അനേകം കൊത്തുപണികളൊക്കെ കാണാം. ഇതിൻ്റെ താഴ്ഭാഗം കരിങ്കല്ലും മുകൾ ഭാഗം സാൻഡ് സ്റ്റോണുമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു വൃത്താകൃതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ ചെറിയ ക്ഷേത്രമാണെങ്കിലും വളരെ ശാന്തമായിട്ട് വളരെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രവും നമുക്ക് കാഞ്ചീപുരം കാണാൻ വരുന്ന ആൾക്കാർക്ക് കാമാക്ഷി ദേവി ക്ഷേത്രവും ഏകാംബരേശ്വര ക്ഷേത്രവും ഒക്കെ കാണുന്നത് പോലെ നമുക്ക് ഈ ക്ഷേത്രവും കാണാം. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ വളരെ അടുത്താണ്. ഏകാംബരേശ്വര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് 5 മിനിറ്റ് പോലും നടപ്പില്ല ഈ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട്. നമ്മൾ ആ ജ്വരഹരേശ്വര ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേന് ഇതുപോലെ ശ്രീനാരായണ ഗുരു മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം. ഈ സ്കൂള് ശ്രീനാരായണ സേവാശ്രമത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്. ഇവരുടെ തന്നെ ആശ്രമത്തിലാണ് നമ്മൾ ഇവിടെ കാഞ്ചീപുരത്ത് എത്തിയിട്ട് താമസിച്ചത്. നമ്മളിപ്പോൾ കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണുള്ളത്. ഈ ക്ഷേത്രം കാഞ്ചീപുരത്തെ കാമാക്ഷിയമ്മ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് നമുക്ക് ഈ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം കാണാനായിട്ട് സാധിക്കുന്നത്. ഈ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോഴുള്ളത്. പൂജകളൊക്കെ നടക്കുന്നുണ്ട്, എങ്കിലും ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് എനിക്കിവിടെ തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നന്ദിയുടെ വിഗ്രഹം, നന്ദിയുടെ പ്രതിമ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ്. ഏകദേശം ഒരു 50-75 മീറ്റർ ദൂരെയായിട്ടാണ് നന്ദിയുടെ വിഗ്രഹം. ഇവിടെ വളരെ വലുപ്പത്തിൽ ഉള്ളൊരു നന്ദിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നന്ദിയുടെ എനിക്ക് തോന്നുന്നത് ഇപ്പം നേരത്തെ ഈ വിഗ്രഹത്തിന് ചുറ്റും ഒരു മേൽക്കൂര വല്ലതും ഉണ്ടായിരുന്നതായിരിക്കാം. മേൽക്കൂര പിന്നീട് പോയതായിരിക്കും. അതാണ് ഈ 4 തൂണുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. കൊണ്ടോ ഈ നന്ദിയുടെ അവിടുന്ന് കുറേ ദൂരെയായിട്ടാണ് ക്ഷേത്രം ഉള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ നന്ദി വിഗ്രഹം ക്ഷേത്രത്തിനോട് വളരെ ചേർന്നായിട്ടാണ് കാണുന്നത്. ക്ഷേത്രം പണിത് കഴിഞ്ഞ് ചിലപ്പം കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ നന്ദി വിഗ്രഹം പണിതിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം കണ്ടിട്ടുള്ളവർക്കറിയാം. ഏകദേശം അതേ ഒരു ലുക്ക് തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേനും.
അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് നമുക്ക് കണ്ടോ 1, 2, 3, 4, 5, 6, 7, 8 ചെറിയ ശ്രീകോവിലുകൾ കാണാം. ഈ ശ്രീകോവിലുകൾക്കകത്തെല്ലാം ശിവൻ്റെയും പാർവതിയുടെയും സ്കന്ദൻ്റെയും കൂടെ മുരുകൻ്റെയും കൂടെ വിഗ്രഹമാണുള്ളത്. സോമസ്കന്ദറിനാണ് അത് ഇവിടെ അറിയപ്പെടുന്നത്. സോമസ്കന്ദറുടെ വിഗ്രഹമാണ് എല്ലാ ശ്രീകോവിലും, ഈ മുന്നിൽ കാണുന്ന എല്ലാ ശ്രീകോവിലും കാണുന്നത്. 8 ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുന്നതിന് മുന്നേ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ആദ്യത്തെ ഒരു വാതിൽ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ ഒരു പോർഷനാണ് കാണുന്നത്. ഇവിടെ എല്ലാം വശങ്ങൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഇടതുവശത്തായിട്ടൊക്കെ ഇടതുവശത്തായിട്ടും ഇതിൻ്റെ ഭിത്തിയിലും ഒക്കെ പല രീതിയിലുള്ള കുത്തുപണികൾ കാണാം. മുഴുവൻ ഒരേ രീതിയിലുള്ള കുത്തുപണികളാണ്. ഏകദേശം ഇവിടെ ഈ മുന്നിൽ കാണുന്ന ഇവിടെ 2 ഈ വ്യാളികളുടെ 2 ചിത്രങ്ങൾ കാണാം. അതുപോലെ ഇവിടെ എല്ലാം ഓരോ പല രീതിയിലുള്ള കൊത്തുപണികൾ ഇവിടെ എല്ലാം കാണാം. അങ്ങനെ അടുത്ത നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് കയറുമ്പോഴത്തേനും അടുത്ത വേറെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു മണ്ഡപം പോലെ ഒരു ഇതാണ് നമ്മൾ ആദ്യം മുന്നിലായിട്ട് കാണുന്നത്. ഇവിടെ അല്ല കന്നഡയിലാണോ തെലുങ്കിലാണോ എന്നറിയത്തില്ല. ഇവിടെ അതുപോലെ തെലുങ്കോ കന്നഡയൊക്കെ പോലെ തോന്നുന്ന എന്തോ ഒരു ഭാഷയിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പുറവശത്തായിട്ടൊക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെറിയ ശ്രീകോവിൽ പോലെയുള്ള സംഗതികളുണ്ട്. ഇതിനകത്തെല്ലാം ശിവൻ്റെയും പാർവതിയുടെയും സ്കന്ദൻ്റെയും വിഗ്രഹങ്ങളാണ് മിക്കവാറും ഉള്ള എല്ലാ ശ്രീകോവിലിനകത്തും കാണുന്നത്. ഇതുപോലെ ഇങ്ങനെ മുഴുവൻ ഓരോ ശ്രീകോവിലിനുള്ളിലും ഇതുപോലെ ഓരോ രീതിയിലുള്ള ശില്പങ്ങൾ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിൽ കാണുന്ന അതേപോലെ തന്നെയാണ് വിഗ്രഹങ്ങൾ. ഓരോ ഇങ്ങനെ സൈഡിലത്തെയും ഇതുപോലെ ഏകദേശം സ്ട്രക്ചർ ഏകദേശം അതുപോലെ തന്നെയാണ്. ഓരോ ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിലും ഓരോ ശില്പങ്ങൾ കാണാം. അടുത്ത ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശ്രീകോവിലുമൊക്കെ. ഇപ്പോൾ ഇതുവരെ ഇത് തുറന്നിട്ടില്ല. 4 മണിക്ക് തുറക്കുമെന്നാണെന്ന് തോന്നുന്നു എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ തുറന്നിട്ടില്ല. ഇതുപോലെ ഓരോ വശങ്ങളുണ്ട്. വലിയ പ്രതിമകൾ ഒക്കെ കാണാം. നമുക്ക് അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകില്ല. ഓരോ സംഗതികളുടെ വലിപ്പം കാണിക്കണ്ട. ഇതിൻ്റെ നന്ദി പോലെയുള്ള ഇങ്ങനെ ഇതിന് ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെയുള്ള പ്രതിമകൾ, നന്ദി പ്രതിമകൾ കാണാം. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ, എന്തേറെ വലിപ്പത്തിലാണ് ഈ സംഗതികളുള്ളതെന്ന്. ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെയുള്ള കൊത്തുപണികളാണ്. ഇത് കണ്ടോ, ഇവിടെ ഇതിനകത്ത് ഓരോ ശ്രീകോവിലിനകത്തും ശ്രീകോവിൽ പോലെ ചെറിയ 58 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. 58 എണ്ണത്തിനകത്ത് ഇതുപോലെ ഓരോരോ വിഗ്രഹങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ മറ്റേ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് കല്ലിനകത്തുനിന്ന് കുത്തിയെടുത്തതാണ്. മുകളിൽ നിന്ന് താഴോട്ട് കല്ല് കുത്തിയെടുത്തതാണ്. ഇത് സാൻഡ്സ്റ്റോൺ കൊണ്ട് പണിതാണ് മിക്കവാറും ഉള്ള കുത്തുപണികളല്ല. അത് മാത്രമാണ് ആകെയുള്ളൊരു വ്യത്യാസം. കൊണ്ടോ മുകളിലോട്ട് കൊണ്ടോ എന്തേറെ പൊക്കം ഉണ്ടെന്ന് കണ്ടോ. നമ്മൾ ഈ കൈലാസനാഥ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തോട്ട് വന്നിരിക്കുകയാണ്. പുറകുവശത്തും നമ്മൾ അവിടെയൊക്കെ കണ്ട പോലെ തന്നെ കാഴ്ചകളാണ്. ഏകദേശം ഈ ഓരോ കോവിലിനകത്തും ഉള്ള ഓരോ ചെറിയ ശ്രീകോവിലിനകത്ത് ഉള്ള പ്രതിമകളെല്ലാം ഏകദേശം ഒരേപോലത്തെ പ്രതിമകൾ തന്നെയാണ്. ഇതിന് ഏകദേശം 1300 വർഷം പഴക്കമുണ്ട്. പല്ലവരാജാവായിരുന്ന നരസിംഹവർമ്മൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ഇവിടെ വേറെ ഈ സാൻഡ്സ്റ്റോൺ അല്ലാത്ത രീതിയിലുള്ള ചില വിഗ്രഹങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ആണ് അത്ഭുതകരമായിട്ടുള്ളൊരു ക്ഷേത്രം എന്ന് തന്നെ പറയും. ഇന്നിപ്പം അവധി ദിവസമൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ തീരെ തിരക്ക് കുറവാണ്. ഞാൻ നേരത്തെ വന്ന സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഏകദേശം കാഴ്ചകളെല്ലാം ഏകദേശം സിമിലറായിട്ട് ഓരോ ഈ കോവിലിനകത്തും ഏകദേശം സിമിലറായിട്ടുള്ള വിഗ്രഹങ്ങളും കൊത്തുപണികളും തന്നെയാണ്. ചില ഇതൊക്കെ വ്യത്യാസമുണ്ട്. ക്ഷേത്രത്തിൽ അഭിഷേകമോ എന്തോ നടക്കുന്നതിൻ്റെയാണ് ഇവിടെ ഈ ഓവിജാലിനകത്തൂടെ അഭിഷേക ജലമാണെന്ന് തോന്നുന്നു വരുന്നത്. അഭിഷേകം നടക്കുകയാണത്. ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ പുറത്തെ ഭിത്തിയിലിങ്ങനെ ഈ സൈഡിൽ ഈ ഭിത്തിയിലിങ്ങനെ ഇവിടെ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ മതിലിനോട് ചേർന്നുള്ള ഇതിലും ഇങ്ങനെ അനേകം കുത്തുപണികൾ കാണാം. നമ്മളങ്ങനെ ഈ ക്ഷേത്രത്തിന് മുഴുവൻ ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദക്ഷിണം ചെയ്ത് നമ്മൾ മുൻവശത്തോട്ട് വരികയാണ്. വീണ്ടും ഇതുണ്ട്, മുകളിൽ തത്തകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തീരെ തിരക്ക് കുറവാണ്. സാധാരണ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഞാൻ വന്നതായിരുന്നു. അന്നേരം നല്ല തിരക്കായിരുന്നു. ഇവിടെ കൂടെ മിക്കവാറും എല്ലാ ഇതിനകത്തും കണ്ടു ഇതുപോലെ ശിവൻ്റെയും പാർവതിയുടെയും സ്കന്ദൻ്റെയും കൂടെ വിഗ്രഹങ്ങളാണ് എല്ലാ ഈ കോവിലിനകത്തും കാണുന്നത്. ചിലയിടത്തൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ശില്പകലയെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ
ഇതൊക്കെ കണ്ട് ഒരു ദിവസം കണ്ട് നടന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സംഗതിയുണ്ട്. കാരണം മുകളിലോട്ട് കണ്ട് നല്ല പൊക്കമുണ്ട്. ഇപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു വിസ്തീർണം തോന്നുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു പൊക്കം മനസ്സിലാക്കാനായിട്ട് പറ്റാത്തത്. നല്ല പൊക്കത്തിലാണ്. ഇതിൻ്റെ ഏറ്റവും പൊക്കമുള്ള ഭാഗത്ത് നല്ല ഉയരമുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്ന ഈ കോവിലിനകത്ത് ആണിതുപോലെ ശിവൻ്റെയും പാർവതിയുടെയും കൂടെ വിഗ്രഹങ്ങൾ കാണുന്നത്. വെളിയിലുള്ളതിൻ്റെ ഭിത്തിയിലൊക്കെ മറ്റ് പല മൂർത്തികളും മറ്റ് പല പുരാണ സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം അകത്തെല്ലാം ശിവൻ്റെയും പാർവതിയുടെയും, വെളിയിലൊക്കെ മറ്റ് പുരാണങ്ങളിലെയൊക്കെ കഥകളുടെ ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വിഗ്രഹം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, ഇത് കണ്ടിട്ട് തോന്നുന്നത് ഈ ശിവനും അർജുനനും കൂടെ ഒരു പന്നിക്ക് വേണ്ടിയിട്ട് ഒരു മത്സരം ഉണ്ടാകുന്ന ഒരു രംഗം നമ്മൾ മഹാഭാരത കഥയിലൊക്കെ കാണാം. പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട് അർജുനൻ തപസ് ചെയ്യുന്ന സമയത്ത് ശിവഭഗവാൻ അവിടെ എത്തുകയും അങ്ങനെ ഒരു പന്നിക്ക് വേണ്ടിയിട്ട് ഒരു മത്സരം ഉണ്ടാകും. ഒരു പന്നിയെ ഇവർ രണ്ടുപേരും കൂടെ അമ്പ് ചെയ്യുകയും ചെയ്യുന്ന ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. അത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. താഴെ ഒരു പന്നിയുടെ ഒരു ഇത് കാണാൻ പറ്റും. ശിവനും അർജുനും ആയിരിക്കാം ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ കാണാം. ഈ കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഇതുപോലെ കാണുന്ന എല്ലാ ശ്രീകോവിലിൻ്റെ അകത്തെ ദൃശ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓരോ ശ്രീകോവിലിൻ്റെ ഉള്ളിലെയും കാഴ്ചകൾ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ അത് കയറി കാണാം. അപ്പോൾ നമ്മൾ 2 ദിവസം ഈ ശ്രീനാരായണ സേവാശ്രമത്തിലാണ് താമസിച്ചത്. ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തത് ലാലിയേട്ടനാണ്. ലാലിയേട്ടൻ നാട്ടിൽ തൊടുപുഴ സ്വദേശിയാണ്. അപ്പോൾ ലാലിയേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ലാലിയേട്ടനാണ് ഇവിടുത്തെ ഇതിൻ്റെ മാനേജർ. ആവശ്യമുള്ളവർ ഇവിടെ കുറേ പേർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നേരത്തെ ലാലിയേട്ടനെ വിളിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പം ഇതാണ് ലാലിയേട്ടന് നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം. ഇവിടെ ഭക്ഷണമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്കിവിടെ ഭക്ഷണവും കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പം ലാലിയേട്ടന് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തതിനുള്ള നന്ദി അറിയിക്കുകയാണ്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് കാഞ്ചീപുരത്ത് എത്തി. നമ്മൾ കാഞ്ചീപുരത്തെ കാമാക്ഷിയമ്മൻ ദേവീക്ഷേത്രം മാത്രമല്ല, ഏകാംബരേശ്വര ക്ഷേത്രം, പാണ്ഡവദൂതർ ക്ഷേത്രം, ജ്വരഹരേശ്വര ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ വാമനമൂർത്തിയുടെ ഉലകളെന്ന പെരുമാൾ ക്ഷേത്രം, അതുപോലെ തന്നെ കൈലാസനാഥ ക്ഷേത്രം, ഇങ്ങനെ 5 ക്ഷേത്രങ്ങൾ, കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തെ കൂടാതെ 5 ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു. ഇത് കൂടാതെ അനേകം ക്ഷേത്രങ്ങൾ ഈ കാഞ്ചീപുരത്തുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് പോകാൻ 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് നടന്ന് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ടെല്ലാം, ഞാനിപ്പോൾ പറഞ്ഞ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചിട്ടെല്ലാം വളരെ വിശദമായിട്ടുള്ള വീഡിയോ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കൊക്കെ എല്ലാവരും കയറി കാണുക. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് കന്യാകുമാരി, ശുചീന്ദ്രം എന്നീ ശക്തിപീഠങ്ങളെ ദർശനത്തിന് ശേഷം നമ്മൾ കാഞ്ചീപുരത്തെത്തി കാമാക്ഷി ശക്തിപീഠത്തിൻ്റെ ദർശനവും പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ കാമാക്ഷി ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത് മൈസൂരിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മുന്നോട്ടും എല്ലാ വീഡിയോകളും കാണണമെന്ന അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും നമസ്കാരം.